നമസ്കാരം. യൂട്യൂബിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഒരു ആവറേജ് വ്യൂവർ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മറ്റു വീഡിയോസ് കൂടി അവിടെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി യൂട്യൂബ് തന്നിരിക്കുന്ന രണ്ട് ഫീച്ചറുകളാണ് എൻഡ് സ്ക്രീനും കാർഡ്സും. അപ്പോൾ നമ്മൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ കാണുമ്പോൾ സജസ്റ്റഡ് എന്ന് പറയുന്ന സ്ക്രീനിൽ തെളിഞ്ഞു വരുന്നതായിട്ട് കാണാം. അപ്പോൾ നമ്മുടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാനായിട്ട് കഴിയും. അതുപോലെ തന്നെ വീഡിയോ കണ്ട് തീരാറാകുമ്പോൾ തന്നെ നമുക്ക് 3-4 വീഡിയോ അവിടെ നമുക്ക് കൊടുത്ത് പ്രൊമോട്ട് ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ ഇതെല്ലാം ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ ചില വീഡിയോസിന് ചിലപ്പോൾ ആ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ വീഡിയോ ക്ലിക്ക് ചെയ്ത് അതും കൂടി അവർ വാച്ച് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോസിന് അല്പം കൂടി റീച്ച് കിട്ടുവാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ കൂടി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ജോൺ ബാസ്റ്റി. അപ്പൊ ഈ പുതിയതായിട്ട് ചാനൽ തുടങ്ങിയിരിക്കുന്ന പലർക്കും ഇതിനെക്കുറിച്ച് അറിയില്ല എന്നുള്ളതാണ് വാസ്തവം. കാര്യം പലരും ഇതുപോലെയുള്ള സൗകര്യങ്ങളൊന്നും കൊടുക്കാറില്ല. കാരണം എൻഡ് സ്ക്രീനും കാർഡ്സും കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് കഴിഞ്ഞയുടെ ചാനൽ തുടങ്ങിയൊരു സുഹൃത്ത് എന്നോട് ചോദിക്കുകയുണ്ടായതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ഇവിടെ ചെയ്യുവാൻ കാരണം. കൂടാതെ പുതിയതായിട്ട് ചാനൽ തുടങ്ങിയ മറ്റൊരു സുഹൃത്തും കൂടി ചോദിച്ചു. അദ്ദേഹം ആകപ്പാടെ ഒരു വീഡിയോ മാത്രമേ അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ. അതിനുശേഷം പുള്ളി എൻഡ് സ്ക്രീൻ കൊടുക്കുവാൻ വേണ്ടി ശ്രമിക്കുകയാണ്. കാരണം എൻഡ് സ്ക്രീൻ കൊടുക്കണമെങ്കിൽ അവിടെ മറ്റൊരു വീഡിയോ കൂടി വേണമെന്നുള്ള കാര്യം കൂടി അദ്ദേഹത്തിന് അറിഞ്ഞുകൂടാ എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ ഇതെങ്ങനെയാണ് കൃത്യമായിട്ട് ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് സ്ക്രീൻ റെക്കോർഡിങ്ങിൽ പോയിട്ട് മനസ്സിലാക്കാം. ആദ്യമായി ചെയ്യേണ്ടത് നമ്മുടെ ക്രോം ബ്രൗസർ ഒന്ന് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം എൻ്റെ അഡ്രസ് ബാറിൽ studio.youtube.com എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ ഇപ്പോൾ കൃത്യമായിട്ട് വരുന്നുള്ളൂ. ചിലർക്കെല്ലാം ചിലപ്പോൾ ഡയറക്റ്റ് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ കിട്ടിയേക്കാം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം ഒന്ന് സെർച്ച് ചെയ്യാൻ നോക്കുക. അതിനുശേഷം 3 ഡോട്ട്സിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ട് ഡെസ്ക്ടോപ്പ് സൈറ്റിലാക്കി കൊടുക്കുക. അതിനകത്ത് ടിക്ക് മാർക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോയുടെ ഡാഷ്ബോർഡ് ഇവിടെ ഓപ്പൺ ആയിട്ട് വന്നിരിക്കുന്നതായിട്ട് കാണാം. അപ്പോൾ നമ്മുടെ വീഡിയോസ് എല്ലാം ഇവിടെ വരും. അപ്പോൾ നമ്മുടെ ഏറ്റവും ലാസ്റ്റ് വീഡിയോ ആയിരിക്കും ഇവിടെ ആദ്യം വരുന്നത്. അതിനുശേഷം ഇവിടെ അത്യാവശ്യം ഒരു യൂട്യൂബിൻ്റെ പ്ലേ ബട്ടൺ കാണാനായിട്ട് കഴിയും. അപ്പോൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ ലാസ്റ്റായിട്ട് അപ്ലോഡ് ചെയ്തിരിക്കുന്ന വീഡിയോ ആണ് ഇവിടെ വരുന്നത്. അതിനുശേഷം ഞാൻ ആ വീഡിയോയിലൊന്ന് ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഞാനിവിടെ പുതിയ ചാനൽ ചെയ്യേണ്ടതും ചെയ്താത്തെന്നുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ കുറച്ച് മുകളിലേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് റൈറ്റ് സൈഡിൽ കുറച്ച് സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്ക് വിസിബിലിറ്റി, പബ്ലിക്, സബ് ടൈറ്റിൽസ്, എൻഡ് സ്ക്രീൻ, കാർഡ്സ് എന്ന് പറയുന്നതെല്ലാം ഇവിടെ കാണുവാനായിട്ട് കഴിയും. അപ്പോൾ ആദ്യമായിട്ട് നമ്മളിവിടെ കാർഡ്സ് എന്നുള്ള ഓപ്ഷനാണ് കൊടുക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ കാർഡ്സ് അല്ലെങ്കിൽ ഐ കാർഡ് എന്നുള്ള ഒരു ഓപ്ഷനിലൊന്ന് ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ മറ്റൊരു പേജിലേക്ക് വരും. അപ്പോൾ ഇവിടെ അതിനുശേഷം നമുക്ക് കുറച്ച് മുകളിലേക്കൊന്ന് സ്ക്രോൾ ചെയ്യണം. സ്ക്രോൾ ചെയ്യുമ്പോൾ ഇവിടെ ഒരു ടൈം ബാർ കാണാം. ഇതിലാണ് നമ്മളിവിടെ സെറ്റ് ചെയ്യേണ്ടത്. നമുക്ക് എവിടെയൊക്കെ ഏതൊക്കെ വീഡിയോ വരണമെന്ന് സെറ്റ് ചെയ്യുന്നതിലാണ്. കൈകൊണ്ട് ഇങ്ങനെ നമ്മൾ ഡ്രാഗ് ചെയ്ത് നീട്ടി ഞാനിവിടെ ഒരു 6 മിനിറ്റിൽ കൊണ്ടുപോയി വയ്ക്കുകയാണ്. 6 മിനിറ്റിൽ കൊണ്ടുപോയി വെച്ച് സെറ്റ് ചെയ്തിരിക്കുകയാണ്. അതിനുശേഷം ഇവിടെ ഒരു പ്ലസ് ഐക്കൺ കാണാം. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ നമുക്ക് വീഡിയോ ആണോ പ്ലേലിസ്റ്റ് ആണോ ഏതെന്ന് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നമുക്ക് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഞാൻ ആ വീഡിയോയിൽ തന്നെ ക്ലിക്ക് ചെയ്യാണ്. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഞാനിപ്പോൾ ഇവിടെ പ്ലേലിസ്റ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നുള്ള ആ വീഡിയോയിലൊന്ന് ക്ലിക്ക് ചെയ്യാണ്. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ വീഡിയോ ഇവിടെ വന്നിരിക്കുന്നതായിട്ട് കാണാം. ഒരു നീല ഡോട്ട് ഇവിടെ ഇതായിട്ട് വന്നിട്ടുള്ള കാണാം. വീണ്ടും ഞാൻ ആ ബാർ അവിടെ കുറച്ചുകൂടി നീക്കി വെച്ചിരിക്കുകയാണ്. 6 മിനിറ്റിൻ്റെ അപ്പുറത്തേക്ക് വെച്ചതിന് ശേഷം വീണ്ടും ഈ പ്ലസ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു. വീണ്ടും ഞാൻ വീഡിയോയിലൊന്ന് ക്ലിക്ക് ചെയ്യുകയാണ്. നമുക്കിവിടെ അടുത്ത വീഡിയോ നമുക്കിവിടെ കൊടുക്കാം. എങ്ങനെയാണ് വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ടതെന്നുള്ളൊരു ഓപ്ഷനാണ്. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ രണ്ടാമത്തെ വീഡിയോ ഇവിടെ വന്നിട്ടുണ്ട്. 4-5 വീഡിയോ ഇതുപോലെ കൊടുക്കാനായിട്ട് കഴിയും. ഞാൻ മൂന്നാമത്തെ കൊടുക്കുകയാണ്. അതിനുശേഷം പ്ലസ് ഐക്കണൊന്ന് ക്ലിക്ക് ചെയ്യുന്നു. വീണ്ടും വീഡിയോയിൽ ക്ലിക്ക് ചെയ്യാണ്. അപ്പോൾ വീഡിയോയുടെ സ്ക്രിപ്റ്റ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നുള്ളതാണ് ഞാനിവിടെ നോക്കുന്നത്. അതിനായിട്ട് ഞാൻ അതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പം 3 വീഡിയോ വന്നിട്ടുണ്ട്. ഒന്നുകൂടി നീക്കി വെച്ചിട്ട് ഞാൻ ഒരെണ്ണം കൂടി എടുക്കുകയാണ്. വീണ്ടും വീഡിയോയിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഞാൻ ചാനൽ കാറ്റഗറിയുടെ ഒരു വീഡിയോ ആണ് ഇവിടെ കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് 5 വീഡിയോ വേണേൽ കൊടുക്കാം. ഇപ്പോൾ ഞാൻ 4 കൊടുക്കുന്നുള്ളൂ. അതിനുശേഷം ഏറ്റവും മുകളിൽ നമുക്ക് സേവ് ബട്ടൺ എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഡിസ്കാർഡിൽ ക്ലിക്ക് ചെയ്താൽ മതി. അതിനുശേഷം അത് സേവ് ചെയ്യാൻ നോക്ക്. അതിനുശേഷം നമുക്ക് അടുത്തതായിട്ട് നമുക്ക് എൻഡ് സ്ക്രീൻ കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് എൻഡ് സ്ക്രീനിൽ ക്ലിക്ക് ചെയ്യാം. എൻഡ് സ്ക്രീനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ കുറച്ച് എലിമെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഓപ്ഷൻ കാണാം. ഇവിടെ നമുക്ക് കാണാം ഇമ്പോർട്ട് ഫ്രം ലേറ്റസ്റ്റ് വീഡിയോ. അടുത്തതായിട്ട് ഇവിടെ ഒരു 1 വീഡിയോ 1 സബ്സ്ക്രൈബ് ബട്ടൺ. അടുത്തതായിട്ട് നമുക്ക് ഇവിടെ ഉള്ളത് 1 പ്ലേലിസ്റ്റ് 1 സബ്സ്ക്രൈബ് ബട്ടൺ.
ഇവിടെ ടു വീഡിയോസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുന്നു. അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ 2 വീഡിയോ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ബെസ്റ്റ് വ്യൂവറും മോസ്റ്റ് റീസെന്റ് അപ്ലോഡ്, അതായത് ഇതിൽ ഏറ്റവും കൂടുതൽ വ്യൂ കിട്ടിയ വീഡിയോയും റീസെന്റ് അപ്ലോഡ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കഴിഞ്ഞ വീഡിയോ, അതായത് കഴിഞ്ഞ പ്രാവശ്യം അപ്ലോഡ് ചെയ്ത വീഡിയോ ആണ് ഇവിടെ വരുന്നത്. അപ്പോൾ അതവിടെ വന്നിട്ടുള്ളതായിട്ട് കാണാം. അതിനുശേഷം നമുക്ക് സേവ് ബട്ടൺ ഇവിടെ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ എലിമെന്റിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് പ്ലേലിസ്റ്റ് ആണോ ഏത് വേണമെങ്കിലും നമുക്ക് അവിടെ കൊടുക്കാനായിട്ട് കഴിയും. അതിനുശേഷം നമുക്കവിടെ സേവ് ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി അതവിടെ സേവ് ആവുകയാണ്. അപ്പോൾ ഇങ്ങനെയാണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ കാർഡ് കൊടുക്കുമ്പോൾ നമ്മുടെ ടൈം നോട്ട് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ കൈ ചൂണ്ടി എവിടെയാണ് കാണിക്കേണ്ടതെന്ന് വെച്ചാൽ അവിടെ അതുപോലെ നമുക്ക് സെറ്റ് ചെയ്തിട്ട് നമ്മുടെ കൈ ചൂണ്ടുന്ന എവിടെയാണോ അവിടെ ടൈം കൊണ്ടൊന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഏതെങ്കിലും വീഡിയോ അവിടെ കൊടുത്തിട്ടുണ്ടെന്ന് പറയാനായിട്ട് കഴിയും. അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഒരുവിധം ഇഷ്ടമായെന്ന് വിചാരിക്കുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കൂടി ഒന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ആ ബെല്ലൈക്കൺ ഓൺ ചെയ്യുമ്പോൾ ഓൾന്ന് കൂടി പ്രസ് ചെയ്യാൻ വേണ്ടി മറക്കരുത്. മറ്റൊരു വീഡിയോ നമുക്ക് ഇതുപോലൊരു വിഷയമായി വീണ്ടും കാണാം. സ്നേഹപൂർവ്വം, ജോൺ വാസ്റ്റിൻ.